പ്രിയമുള്ളവരെ, വചനജ്വാല 1334 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 26 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ 96 സങ്കീർത്തനം 1 മുതൽ 13 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കർത്താവ് രാജാവും വിധികർത്താവും. കർത്താവിനെ പുതിയ കീർത്തനം ആലപിക്കുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടിപ്പുകഴ്ത്തുവിൻ. അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടത്തേക്ക് മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ്. സകല ദേവന്മാരെയും കാൾ ഭയപ്പെടേണ്ടവനുമാണ്. ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം. എന്നാൽ കർത്താവ് ആകാശത്തിന്റെ സൃഷ്ടാവാണ്. മഹത്വവും തേജസ്സും അവിടുത്തെ സന്നിധിയിലുണ്ട്. അവിടുത്തെ ബലവും സൗന്ദര്യവും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലും. ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ. മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ ഭയന്ന് വിറയ്ക്കട്ടെ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് വാഴുന്നു. ലോകം സുസ്ഥാപിതമായിരിക്കുന്നു. അതിനെ ഇളക്കം തട്ടുകയില്ല. അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. ആകാശം ആഹ്ലാദിക്കട്ടെ. ഭൂമി ആനന്ദിക്കട്ടെ. സമുദ്രവും അതിലുള്ളവയും ആർപ്പു വിളിക്കട്ടെ. വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതം ഉതിർക്കും. എന്തെന്നാൽ അവിടുന്ന് വരുന്നു. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് 2 മാർപ്പാപ്പന്മാരെ അനുസ്മരിക്കുന്ന ദിവസമാണ്. വിശുദ്ധ ക്ലീറ്റസ് മാർപ്പാപ്പയെയും വിശുദ്ധ മാർസലിനൂസ് മാർപ്പാപ്പയെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. വിശുദ്ധ പത്രോസിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം റോമാ സിംഹാസനത്തെ അലങ്കരിച്ചത് ലീനസു പാപ്പായാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമിയാണ് അനാക്ലീറ്റസ് എന്ന് വിളിക്കപ്പെടാറുള്ള ക്ലീറ്റസ് പാപ്പ. 12 സംവത്സരത്തോളം തിരുസഭയുടെ അരഷ്ടതാപൂർണമായ ശൈശവപ്രായത്തിൽ ക്ലീറ്റസ് പാപ്പ സഭയെ ഭരിച്ചു. പഴയ റോമൻ കുർബാനയിൽ രക്തസാക്ഷിയായ ക്ലീറ്റസിനെയും അനുസ്മരിച്ചിട്ടുണ്ട്. ആദ്യത്തെ മാർപ്പാപ്പമാർ അനുഭവിച്ച കഷ്ടതകൾ എത്ര ഗുരുതരമായിരുന്നു. തന്നിമിത്തം അവരെല്ലാം വിശുദ്ധ പദം പ്രാപിച്ചു. ഈശോയെ പ്രതി അനുഭവിക്കുന്ന ഏതൊരു ക്ലേശത്തിനും സ്വർഗത്തിൽ സമ്മാനം ലഭിക്കാതിരിക്കുകയില്ല. പ്രിയരെ, നമ്മൾ വീണ്ടും വിശുദ്ധ മാർസലിനൂസ് മാർപ്പാപ്പയെയാണ് അനുസ്മരിക്കുക. വിശുദ്ധ കായിയൂസ് മാർപ്പാപ്പയ്ക്ക് ശേഷം 296 റോമാ സിംഹാസനത്തിലേക്ക് ആരോഹണം ചെയ്തത് മാർസലിനൂസ് പാപ്പയാണ്. അക്കാലത്താണ് ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഒരു ദേവനെ പോലെ
ദിവ്യ ബഹുമാനങ്ങൾ ആവശ്യപ്പെട്ട് തുടങ്ങിയത്. 8 വർഷവും 3 മാസവും 25 ദിവസവും മാർസെല്ലിനോസ് വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിലിരുന്നു. രക്തം ചിന്തിയല്ല മാർസെല്ലിനോസ് മാർപ്പ മരിച്ചതെങ്കിലും തൻ്റെ പ്രിയമക്കൾ വിവിധ രാജ്യങ്ങളിൽ രക്തം ചൊരിയുന്നത് കണ്ടും കേട്ടും സഹിച്ചും ജീവിച്ച് മരിച്ച ഒരു രക്തസാക്ഷിയായിട്ടാണ് വിശുദ്ധ മാർസെല്ലിനോസ് മാപ്പായെ അനുസ്മരിക്കുക. പ്രിയരെ, സുവിശേഷം സ്പഷ്ടമാക്കുന്നത് കുരിശും സഹനങ്ങളും ആശാനിഗ്രഹങ്ങളാണ് നിത്യ സൗഭാഗ്യത്തിലേക്കുള്ള മാർഗമെന്നത്രേ. ഉന്നത സ്ഥാനികളായ മാർപ്പാപ്പമാർക്കും നിത്യ സൗഭാഗ്യത്തിന് വേറൊരു മാർഗവുമില്ലായിരുന്നുവെന്ന് സർവരും ചിന്തിക്കുന്നത് ഉത്തമമായിരിക്കും. ആകയാൽ നമുക്ക് ലഭിക്കുന്ന കുരിശുകളെ സ്വാഗതം ചെയ്യുക. പ്രിയരെ, ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത ദിവസമാണ്. നമുക്ക് നമ്മളുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകമായി നമ്മൾ പലരും മാർപ്പാപ്പയെ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ്. ആ നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ പച്ചക്കെടാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധരായ ഗണത്തിലേക്ക് എത്രയും വേഗം ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എടുക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രിയരെ, ഞങ്ങളുടെ നിത്യസഹായ മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള മരിയൻ കൺവെൻഷൻ ഇന്ന് 2ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ആബ ധ്യാന കേന്ദ്രം ഡയറക്ടർ റവറൻഡ് ഫാദർ റോയി വേളക്കുമ്പിൽ നമുക്ക് അനുഗ്രഹ സന്ദേശം നൽകുന്നതാണ്. എല്ലാവരെയും ഇന്ന് വൈകിട്ട് മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, വിശുദ്ധ ക്ലീറ്റസ് മാർപ്പാപ്പയെയും രക്തസാക്ഷിയായ വിശുദ്ധ മാർസെല്ലിനോസ് മാർപ്പാപ്പയെയും അവരുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.